സൂംബ ഡാൻസ് അടിച്ചേൽപ്പിക്കലാണോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കലല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ തട്ടമിടുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. സൂംബ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ചില ന്യൂനപക്ഷ സംഘടനകൾ, ചില ഇസ്ലാം മത സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണിതെന്ന് ഞാൻ വ്യക്തമാക്കാം. നോക്കൂ, തട്ടമിടാത്ത VP സുഹറെ എന്താണ് വിശേഷിപ്പിച്ചത്? അഴിഞ്ഞാട്ടക്കാരി എന്നാണ് പറയുന്നത്. തട്ടമിടാത്ത ഒരു മുസ്ലിം സ്ത്രീയെ അഴിഞ്ഞാട്ടക്കാരിയായി കണക്കാക്കുന്ന ഒരു ന്യൂനപക്ഷ വർഗീയതയും തട്ടമിടുന്ന സ്ത്രീയെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയും സംഘപരിവാരൻ രാഷ്ട്രീയവും ഒരേ നുഖത്തിൽ കെട്ടാവുന്ന ഒന്നാണ്. ഇത് രണ്ടിനെയും നിങ്ങൾ വേർതിരിച്ച് കാണാനേ കഴിയില്ല. രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ്. പരസ്പരം തലോടി നിൽക്കുന്നവരാണ്. ഇന്ത്യയിൽ BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ച സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഷബാനു കേസിലെ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ നീക്കം. അന്ന് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഷബാനുവിന് നീതി കൊടുക്കുന്നതിനെതിരെ തെരുവിൽ രംഗത്തിറങ്ങുകയും അത് കണ്ടു ഭയന്ന് ഒരു നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത രാജീവ് ഗാന്ധിക്ക് പറ്റിയ തെറ്റ്. ഒടുവിൽ അതിന് പ്രതിഫലം എന്ന വണ്ണം ബാബറി മസ്ജിദിൻ്റെ താഴിട്ട് പൂട്ടിയ ഗേറ്റുകൾ തുറന്നു കൊടുക്കാനെടുത്ത തീരുമാനം. അവിടം മുതലാണ് BJPയുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും വലിയ വളർച്ചയുണ്ടാവുന്നത്. അത് പ്രേക്ഷകർക്കറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനൊരു ബാലൻസിംഗ് ഉണ്ട്. ഇതിൽ ഒരു സമുദായത്തെ മുഴുവൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. അതിൻ്റെ ആനുകൂല്യം സംഘപരിവാർ രാഷ്ട്രീയം നേടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാർ രാഷ്ട്രീയത്തിന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകളിലെ ചില യാഥാസ്ഥിതികവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെല്ലും ശാസ്ത്രീയമായ യുക്തിയോ തെല്ലും പുരോഗമനത്തിൻ്റെ സ്വഭാവമോ ഇല്ലാത്ത ഇരുണ്ട കാലത്തേക്ക്, പ്രാകൃത കാലത്തേക്ക് നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാരാണിവർ എന്നത് തന്നെ പറയേണ്ടി വരും. അവർ ആട്ടിൻ തോലിട്ടവരാണ് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ രസകരമായ ഒരു വാർത്ത വന്നിരുന്നു. മുംബൈയിൽ ഈ ബാങ്ക് വിളികളെല്ലാം മൊബൈൽ ഫോണിൽ ആപ്പുകളിലൂടെ ലഭ്യമാവുന്നു അത്രേ. അതിൻ്റെ കാരണം എന്താ? പരസ്യമായി ഈ ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് വിളിക്കുന്നത് ചില ആളുകളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഘട്ടം വന്നപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. മതപരമായ നിങ്ങളുടെ അവകാശങ്ങളും ആചാരങ്ങളും ശാസ്ത്രീയ യുക്തിബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാങ്ക് വിളി കേൾക്കുന്നത്. അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്. തിരിച്ചും അത് തന്നെ ആവണം. ഇതെല്ലാം വ്യക്തിപരമായ ഇടങ്ങളിലേക്കും നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിലേക്കും ഒക്കെ ഒതുങ്ങിക്കൊള്ളൂ. അതിങ്ങനെ ബാങ്ക് വിളിയുടെ കാര്യത്തിൽ മാത്രമാണ്, അല്ലല്ല, എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ മന്ത്രങ്ങൾ, ഇതൊക്കെ നാട്ടുകാരെ വിളിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഓരോ വിശ്വാസികളുടേതുമായ സ്വകാര്യമായ അവകാശങ്ങൾ മാത്രമാണ്. ആ സ്വകാര്യമായ അവകാശത്തെ പൊതുവിടങ്ങളിലേക്ക് ഇറക്കി വിടരുത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ യുക്തി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇത് എത്രമാത്രം ചർച്ചയായി മുന്നോട്ട് നിൽക്കുന്നുണ്ടോ അത്രമാത്രം സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിത്ത് ഇത് പാകിക്കൊണ്ടേയിരിക്കും, അതിന് വെള്ളം കോരിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരെടുത്ത ഈ നിലപാടിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. ഒരു പുരോഗമന സ്വഭാവം എന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളതിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കണം. ഇനി ഇതിലെ ചില നേതാക്കളുടെ ചില പ്രസ്താവനകളും അതിൽ വസ്തുതയുണ്ടോ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. ഒരു ഫാക്ട് ചെക്ക് നമുക്ക് നോക്കിപ്പോകാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റായി വന്നിരിക്കുന്നത് വിസ്ഡത്തിൻ്റെതാണല്ലോ, തുടക്കം മുതൽ വന്നിരിക്കുന്നത്. വിസ്ഡം മുന്നോട്ട് വെച്ചിരിക്കുന്നതിനെ പിന്നീട് സമസ്തയിലെ യുവജന വിഭാഗം ഏറ്റെടുക്കുന്നു. അതിനെ തുടർന്ന് മുജാഹിദീനിലെ ഒരു വിഭാഗം ഏറ്റെടുക്കുന്നു. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചില പ്രതികരണങ്ങളും അവ യഥാർത്ഥത്തിൽ എന്താണ്, വസ്തുതാപരമായി നിൽക്കുന്നതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധേയമായവയാണ്. ഒന്ന്, ഇതിൽ സുംബയിൽ ബെല്ലി ഡാൻസ് ഉണ്ട്. ധാർമ്മികത നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് മാനസിക പ്രയാസമുണ്ടാക്കും എന്നാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ സൂംബയും ബെല്ലി ഡാൻസും ഒന്ന് തന്നെയാണോ? സൂംബ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. കൊളംബിയയിലെ ഡാൻസർ കൊണ്ടുവന്നതാണ്. ഈ കൊളംബിയയിലെ ഒരു കോറിയോഗ്രാഫറായ ആൽബർട്ടോ പെരസ് കൊണ്ടുവരുന്ന ഈ നൃത്തരൂപത്തിന് ബെല്ലി ഡാൻസുമായി ഒരു ബന്ധവുമില്ല. ബെല്ലി ഡാൻസ് എവിടെ ഉണ്ടാവുന്നത്? ഈജിപ്തിലാണ്. അതെവിടെ നിന്നാണ് കൂടുതൽ പ്രചാരത്തിലേക്ക് വരുന്നത്? മിഡിൽ ഈസ്റ്റിലാണ്. അറബ് രാജ്യങ്ങളുടെ ഫോക്ക് ഡാൻസായിട്ട്, അവരുടെ സോഷ്യൽ ഡാൻസ് ഫോമായിട്ട് അംഗീകരിച്ച് അവിടുത്തെ മതപുരോഹിതന്മാരടക്കം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അഥവാ അവിടെ വിനോദസഞ്ചാരികളടക്കം വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ആകർഷണമായിട്ട് മാറുന്ന ഒന്നാണ് ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത്. അത് അറബ് രാജ്യങ്ങളിൽ വളരെയധികം പോപ്പുലറായ ഒന്നാണ്. അതും ഈ കൊളംബിയയിൽ രൂപം കൊണ്ട ഈ എയ്റോബിക് എക്സസൈസ് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതുള്ളതാണ് വസ്തുത നമ്പർ 1. വസ്തുത നമ്പർ 2, ഇതിന് സാമ്പ ഡാൻസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ധാർമ്മികത നിലനിർത്തണം, ആഭാസകരമായ നൃത്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ബഹാവുദ്ദീൻ നദ്വി അടക്കം പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഗൂഢലക്ഷ്യമുണ്ട്, ആഭാസകരമായ നൃത്തം എന്നാണ്. ആഭാസകരമായ നൃത്തത്തിനകത്ത് ശരിയാണ്,
സൂംബ എന്നടിച്ചപ്പോൾ സാംബ എന്നായിപ്പോയാൽ അതിനകത്ത് വേണമെങ്കിൽ ഈ പറയുന്ന അല്പവസ്ത്രം കാണാൻ പറ്റും. കാര്യം അർജൻറ്റീനയിലാണ് സാമ്പാ നൃത്തം ഉണ്ടാകുന്നത്. അർജൻറ്റീനയിലെ സാമ്പാ നൃത്തം അവിടുത്തെ സോഷ്യലൈസ് ചെയ്യുന്നൊരു ഡാൻസ് ഫോമാണ്. വളരെ സാവധാനം, ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ട് വളരെ സാവധാനം മനോഹരമായ സ്റ്റെപ്പുകളോട് കൂടി നമ്മൾ സാധാരണ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ സാമ്പയുടെ താളത്തിൽ നിന്നാണ്. അത്ര മനോഹരമായിട്ടുള്ള മൃദു ചലനങ്ങളിലൂടെ വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാമ്പാ നൃത്തത്തിൻ്റെ അഴകെന്ന് പറയുന്നത്. ആ അഴകും സംഗീതവും ലാറ്റിൻ അമേരിക്കയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ സൂംബയ്ക്ക് പകരം സാമ്പ അടിച്ചു കൊടുത്താൽ അല്പവസ്ത്രധാരിയെ കാണും. ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അല്പവസ്ത്രം ഞാൻ കണ്ട ഒരു സൂംബ ഡാൻസിലും, കേരളത്തിലാവട്ടെ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാവട്ടെ, സൂംബ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് സാമ്പ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരിടവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂംബയിൽ സൂ പോയി സാ ആകുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് മതസംഘടനയിലെ നേതാക്കളോട് പറയാനുള്ളത്. ഇത് സാ അല്ല, സൂ ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനകത്ത് അല്പവസ്ത്രത്തിൻ്റെ വിഷയമില്ല. ഇനി അല്പവസ്ത്രത്തിൻ്റെ വിഷയം എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, ഇന്ന് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി തന്നെ പറഞ്ഞു ഇത് യൂണിഫോം ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. യൂണിഫോം അല്പവസ്ത്രമാണോ? കേരളത്തിൽ ഏതെങ്കിലും സ്കൂളുകളിൽ യൂണിഫോം അല്പവസ്ത്രമായിട്ട് മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ സാർ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ മതസംഘടനയിലെ ഈ നേതാക്കന്മാർ പറയുന്നതല്ല വസ്തുത എന്നത് പറയാൻ വേണ്ടിയാണ് ഈ രണ്ടു കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഇതിന് ബെല്ലി ഡാൻസുമായിട്ട് ബന്ധമില്ല. രണ്ട്, ഇത് അല്പവസ്ത്രമോ ആഭാസകരമായ നൃത്തച്ചുവടുകളോ ഇല്ല. ആഭാസമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതൊക്കെ വളരെ റിലേറ്റീവും സബ്ജക്റ്റീവുമാണ് എന്നുള്ളതാണ് കാര്യം. ഈ പറയുന്ന പ്രസ്താവനകളാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ആഭാസകരം എന്ന് തോന്നുന്നത്. നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയുമ്പം മൂത്രപ്പുര അന്വേഷിച്ചു പോകും. നിങ്ങൾ സമത്വത്തെക്കുറിച്ച് പറയുമ്പം, നിങ്ങൾ സൂംബ ഡാൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആണും പെണ്ണും ചേർന്ന് നിന്നുള്ള ലൈംഗികതയെക്കുറിച്ച് പറയും. അതിനേക്കാൾ വലിയ ആഭാസം എന്താണ് എന്നുള്ളതാണ് എനിക്കിനിയും മനസ്സിലാവാത്തത്. അപ്പോൾ ഇതാണ് അതിലെ ഫാക്റ്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ പറയാം. അത് MSFൻ്റെ നേതാവിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് നേതാവ് പറയുന്നത്? വേണ്ടത്ര പഠനങ്ങളും ചർച്ചകളും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടെന്നേ. ഒട്ടേറെ പഠനങ്ങളും ചർച്ചകളും ഇതേപോലുള്ള സ്ട്രെസ് റിലീസിംഗ് ആയ എയറോബിക് എക്സസൈസുകൾ എങ്ങനെയാണ് സബ്സ്റ്റൻസ് യൂസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെ കുറയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? സൂംബ ഡാൻസിനെ കുറിച്ച് തന്നെ നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, വായിക്കണം എന്നാണ് എനിക്ക് നേതാക്കളോട് പറയാനുള്ളത്. അതിൽ ഒരു പഠനം ഞാൻ പറയാം. 5 പഠനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഡിസ്കവർ സൈക്കോളജിയിൽ വന്നൊരു പഠനമാണ്. അതിൽ ഈ പലസ്തീനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്ട്രെസ്സ് എങ്ങനെയാണ് അവരെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം ഡിസ്കവർ സൈക്കോളജിയിൽ വന്നിട്ടുണ്ട് 2023. പലസ്തീനിലെ MBBS ഡോക്ടർമാർ വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം. നമ്പർ 2, ഹെൽത്ത് കെയർ മാഗസിനിൽ ഒരു പഠനം വന്നിട്ടുണ്ട്. തുർക്കിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡാൻസ് തെറാപ്പി എങ്ങനെയാണ് എഫക്റ്റീവായി മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ നിരീക്ഷണത്തിൽ പറയുന്ന, അതിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നൊരു ഭാഗമുണ്ട്. 12 ആഴ്ചയിലെ ഈ ഡാൻസ് തെറാപ്പി കൊണ്ട് ഈ ഫിയർ ഓഫ് ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ പറ്റും. അവർക്ക് ഈ ഉത്കണ്ഠ, ആകാംക്ഷ, സ്ട്രെസ്സ് ഇതിനെ റിലീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് 12 ആഴ്ചകളിൽ തുടർച്ചയായിട്ട് ഡാൻസ് തെറാപ്പി എടുക്കുന്നത്. തുർക്കിയിലെ പഠനമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രീ മാഗസിൻ, ഓപ്പൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ മാഗസിനുകളിലൊക്കെ ലഭ്യമായ കണ്ടന്റുകളാണ്. ഇനി ഫ്രണ്ടിയർ മാഗസിനിൽ ഒരു പഠനമുണ്ട്. ലഹരി ഉപയോക്താക്കളിലെ ക്രമം തെറ്റലിൽ ഈ സ്ട്രെസ് വഹിക്കുന്ന പങ്കിനെക്കുറിച്ചാണ്. സ്ട്രെസ് നിങ്ങൾ എത്രമാത്രം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സ്ട്രെസ് നിങ്ങൾ മറ്റു വഴികളിലൂടെ കുറയ്ക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾ സബ്സ്റ്റൻസിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള പഠനമാണ് ഫ്രണ്ടിയർ മാഗസിനിൽ പറയുന്നത്. ഇനി സൂംബ ഡാൻസിനെ കുറിച്ചുള്ള പഠനമുണ്ട്. പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് മാനസിക സമ്മർദ്ദവും മാനസിക സംഘർഷവും സൂംബ ഡാൻസ് ലഘൂകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം പറയുന്നുണ്ട് പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൽ. അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസിൽ പറയുന്നുണ്ട് സൂംബ ഡാൻസ് 1 മണിക്കൂർ ചെയ്താൽ 369 കാലറി ശരാശരി ബേൺ ചെയ്യുമെന്നാണ്. 1 മണിക്കൂറിലെ വളരെ സ്ലോ ആയി തുടങ്ങി വാമപ്പായി ഹൈ ഇമ്പാക്റ്റ്, ഒരു ലോ ഇമ്പാക്റ്റ്, മീഡിയം ഇമ്പാക്റ്റ് ആണ് നോർമലി സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ആ സൂംബ ഡാൻസ് കഴിഞ്ഞ് കൂൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് 369 കാലറി ബേൺ ചെയ്യും സൂംബ ഡാൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റുകളിൽ അവൈലബിൾ ആണ്, നമ്മളുടെ വളരെ ഗവേഷണ പ്രബന്ധങ്ങളിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഭിപ്രായം പറയാനെന്നാണ് എനിക്ക് യുവ നേതാക്കളോടും ഒപ്പം തന്നെ ഈ മത സാംസ്കാരിക സംഘടനകളിലെ നേതാക്കളോടും പറയാനുള്ളത്. ചാടിക്കേറിയ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ അപഹാസ്യരാവുന്നതിൽ വിഷമമുണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ പറയുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന നാടാണ്. ഞാനത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. എന്തു പറഞ്ഞാലും അതിലൊരു വർഗീയത കാണുന്ന നാടാണ്. ഒരു ഭാഗത്ത് ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമൂഹം ഒരു വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് സൂംബ ഡാൻസ് വന്നാൽ ഇവിടുത്തെ സാംസ്കാരിക ജീർണതയുണ്ടാവും എന്ന ആക്ഷേപം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികം ഇനി എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒരു വിഭാഗത്ത് RSSൻ്റെ നേതാക്കൾ
നേതാവും എന്ന് പറയുന്നു സോഷ്യലിസവും ജനാധിപത്യവും ഭരണഘടനയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു. മറുഭാഗത്തും എന്ന് പറയുന്നു സൂംബ എന്നുള്ളത് സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്നു. ഇവർ രണ്ടും പേരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. ചർച്ച നടത്തേണ്ടത് ഇനി ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ വിയോജിക്കുന്ന ഭാഗം ഇതാണ്. ഇതിൽ ആരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്? ഇതിൽ ചർച്ച നടത്തേണ്ടത് സമസ്തയിലെ ചില നേതാക്കളുമായിട്ടാണെന്നേ. സമസ്തയിലെ നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലീഗിലാണ്. ആ ലീഗുള്ളത് UDF-ന്റെ ഘടകകക്ഷിയാണ്. ആ UDF-ന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവാണ്. ഇനി മുജാഹിദീൻ വിഭാഗം അവരും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിസ്തുത്തിന്റെ ഭൂരിപക്ഷം ആളുകളും പിന്തുണയ്ക്കുന്നത് ഈ UDF-ലല്ലേ. അപ്പോൾ സ്വാഭാവികമായും UDF-നുള്ളിലെ പാർട്ടികൾക്കിടയിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി പൂർണ്ണമായിട്ടും അത് പറയുക. പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് പിന്തുണയുള്ളവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ള ആളുകളും ഈ വിഷയത്തിൽ ചാടിക്കയറി പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ല സുംബ, നിങ്ങൾ കണ്ട വീഡിയോ അല്ല സുംബ, നിങ്ങൾ കണ്ട ദൃശ്യങ്ങളല്ല സുംബ, നിങ്ങൾ ആഗ്രഹിച്ചതോ നിങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളേ അല്ല സുംബ. അങ്ങനെയുള്ള കാര്യങ്ങളേ അല്ല ഈ സൂംബയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസാണ്. ആ എക്സസൈസ് ഏകദേശം 2 ലക്ഷത്തോളം ഇടങ്ങളിൽ ഏകദേശം 195 രാജ്യങ്ങളിൽ 189ഓളം രാജ്യങ്ങളിൽ ഇപ്പോഴും വളരെ കൃത്യമായി നടപ്പാക്കുന്ന ഒന്നാണ്. അത് കുഞ്ഞുങ്ങൾക്ക് അല്പം സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ കുഞ്ഞുങ്ങൾ കുറച്ച് ഫ്രീ ആവട്ടെ, കുറച്ച് പാട്ട് കേട്ട്. ഇത് എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധമാവുന്നത് അന്വേഷിച്ചപ്പോഴാണ് ഇറാനിലാണ് സൂംബ ആദ്യം നിഷേധിക്കുന്നത്. ഇറാനിൽ സൂംബ നിഷേധിച്ചു. കാര്യം അവിടെ ഈ പറയുന്ന പരിപാടികളൊന്നും നടക്കത്തില്ല. നേരത്തെ പറഞ്ഞ ചില എക്സെപ്ഷനുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇറാനിലെ വിപ്ലവത്തിന് ശേഷം ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം നിരോധിച്ചു. അതേപോലെ താലിബാനിൽ ഈ പറയുന്ന സൂംബ ഡാൻസുമായിട്ട് ചെന്ന് സംഗീതവും പറ്റില്ല. അവിടെ സംഗീതം ഹറാമാണ് എന്നുള്ളതാണ് പ്രശ്നം. പറയുന്ന നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ പുരോഹിതരുടെ പുതിയ തലമുറ റീലിട്ട് കളിക്കുന്ന പുതിയ തലമുറയുടെ മുന്നിൽ ഇറാനിൽ അതാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ സാക്ഷിയാണ്. അപ്പം അവിടെ തന്നെ സമൂഹം. പക്ഷേ നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ഈ സമൂഹത്തേക്ക് അതിവേഗം പിന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് വളരെ വേഗം നമ്മളെ ഒരു 2-3 നൂറ്റാണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് തലവെച്ച് കൊടുക്കുന്ന, അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഭരണാധികാരികൾ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുക. അതല്ല ആർജവത്തോടു കൂടി നിന്ന് നട്ടൽ ഉയർത്തി പറയണം ഇത് മതസംഘടനകൾ ഇടപെടേണ്ട വിഷയമല്ലെന്നേ. ഇത് സെക്കുലറായ ഒരു രാജ്യത്താണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അവിടെയുള്ള അവകാശങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അന്തസ്സുള്ള പൗരന്മാരായിട്ട് നമ്മളെ കുട്ടികളെ വളർത്താൻ, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ, അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഇതൊക്കെ ഗുണകരമാകുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് സർക്കാർ വേണ്ടത്ര മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കായിക അധ്യാപകരെ നിയമിക്കണം, അക്കാര്യത്തിലൊന്നും വീഴ്ചയുണ്ടാവരുത്. അത് കൃത്യമായി നടപ്പാക്കിയാൽ ഒരുപക്ഷെ നമുക്ക് ഈ ആശങ്കകളൊക്കെ മാറ്റാൻ സാധിക്കും. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു മുസ്ലിം വനിതാ നേതാവ് എനിക്ക് ഇപ്പം അയച്ചെന്ന ഒരു കാര്യമാണ്. സൗദി അറേബ്യ ഗ്രാൻഡ് പ്രീ ജിദ്ദയിൽ നടന്ന പരിപാടിയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ ജെന്നിഫർ ലോപ്പസ് ആണ് പരിപാടി അവതരിപ്പിക്കുന്നത്. മാത്രമല്ല റിയാദിലും ജിദ്ദയിലും ഞാൻ സൗദി അറേബ്യ തീരുമാനിക്കുന്നതാണ്. കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായി ജെന്നിഫർ ലോപ്പസ്, അറിയാലോ ജെന്നിഫർ ലോപ്പസിന്റെ പാട്ടുകൾ എങ്ങനെയാണ്, സിനിമകൾ എങ്ങനെയാണ്. നോക്കൂ, സൗദി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ദുബായ് മാറിയത് എങ്ങനെയാ, UAE മാറിയത് എങ്ങനെയാ? ഇന്ന് ദുബായിൽ കിട്ടാത്ത ആനന്ദങ്ങളുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, ഇതിപ്പോ എനിക്കൊരു മുസ്ലിം വനിതാ നേതാവിൽ നിന്നാണ് ഇത് വരുന്നത്. ഇവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കൃത്യമായാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിന് പൂർണ്ണമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ രക്ഷിതാക്കൾ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ പ്രാകൃതമായി ഇരുണ്ട നൂറ്റാണ്ടിലേക്ക് ഈ സമൂഹത്തെ നയിക്കുന്നവരുടെ വാക്കുകളാണോ നിങ്ങൾ കേൾക്കേണ്ടത്? ശാസ്ത്രബുദ്ധിയുള്ളവരുടെ വാക്കുകളാണോ കേൾക്കേണ്ടത്? ഒരു കാര്യം കൂടെ പറയാം. VD സതീശൻ ആവശ്യപ്പെട്ടതുപോലെ ഇനിയിപ്പോൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഈ മതസംഘടനകളിലേക്ക് വന്ന് അവസാനത്തെ UDF-ന്റെ തലയിലായി. ഇത് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അവസാനം UDF വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനകത്ത് പ്രശ്നം എന്താ? ഇതിനകത്ത് സേഫ് കളിയാണ് എല്ലാവർക്കും താല്പര്യം. ഇതിനകത്ത് എല്ലാവർക്കും സുരക്ഷിതമായൊരു കളി. നമുക്ക് ചർച്ച ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് അങ്ങനെയാണ് മതമില്ലാത്ത ജീവൻ പോയത്, അങ്ങനെയാണ് പഴയ നാടകങ്ങളിൽ നിരോധിക്കപ്പെടുന്നത്. അങ്ങനെയാ ഈ ചർച്ചകൾ നടക്കുമ്പോഴാണല്ലോ കോംപ്രമൈസ് വരുന്നത്, ഒത്തുതീർപ്പ് വരുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇത്തവണ ഒത്തുതീർപ്പിന്റെ ശബ്ദമാകരുത് എന്നതാണ് എന്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞതിന്റെ ആദ്യ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. രണ്ടാമത്തെ ഭാഗം പക്ഷേ ഇത്തവണ പ്രശ്നമാകും. ഇത്തവണ കോംപ്രമൈസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ LDF-ന്റെ അജണ്ട ജയിക്കും, സംഘപരിവാർ ശക്തികളുടെ നോക്കൂ. UDF ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നതാവും അവസാനം ഇലക്ഷനിൽ തിരിച്ചടിയായിട്ട് മാറും. അത് രാഷ്ട്രീയമായി തന്നെ ആ നിലപാട് ശരിയല്ല, അത് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ നിലപാട് തിരുത്തുക എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതാണ് ഇതിന്റെ കൺക്ലൂഷനായി പറയേണ്ടത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇവിടെ തട്ടമിടാത്ത സ്ത്രീയെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിശേഷിപ്പിക്കുന്നത് അതങ്ങനെയല്ലോ. അതായത് തട്ടമിടാത്ത സ്ത്രീകളെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിളിച്ചത് കൊണ്ടാണ് VP സുഹറ തട്ടം ഉപേക്ഷിച്ചത്. അതെ അല്ല, അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത്. നിങ്ങൾ തട്ടമിടുക, തട്ടമൂരുക, ഇതൊക്കെ സ്ത്രീയുടെ അവകാശമാണ്.
ആ സ്ത്രീയുടെ അവകാശത്തെ കൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഇതൊരു ജനാധിപത്യ ജനകീയ സെക്കുലർ റിപ്പബ്ലിക് ആവുന്നത്. അത് ഏതെങ്കിലും മതപണ്ഡിതൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്ത്രീയെ കൊണ്ട് അനുസരിപ്പിക്കുമ്പോഴല്ല. അവൾക്ക് തട്ടം വേണമെന്ന് വെച്ചാൽ ഇടാനും തട്ടം വേണ്ടെന്ന് വെച്ചാൽ ഊരാനും അവകാശമുള്ളൊരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് തട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സിന്ദൂരമാണെങ്കിൽ സിന്ദൂരം, അവൾക്ക് ഇഷ്ടപ്പെട്ട മതമാണെങ്കിൽ മതം, ഇഷ്ടപ്പെട്ട ആളുകൾ പ്രണയിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഇഷ്ടപ്പെട്ട രീതിയിൽ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അതേതു തരത്തിലാണെങ്കിലും അത് തന്നെ ആകണം. അത് മാത്രമേ ആകാൻ പാടുള്ളൂ നമ്മുടെ രാജ്യത്ത് എന്നുള്ളതാണ്. Meet the editors.